നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, ഇഗ്നൈറ്റ് മലയാളത്തിന്റെ ഹൃദയസ്പർശിയായ ഒരു പുതിയ യാത്രയിലേക്ക് നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ തുറക്കാൻ പോകുന്നത് ഒരു പുരാതന രഹസ്യത്തിന്റെ വാതിൽ, ഒരാഘോഷത്തിന്റെ ആഴമേറിയ ചരിത്രവും ലോകത്തിന് മറഞ്ഞിരിക്കുന്ന മിസ്റ്റിക് സത്യങ്ങളും. അതാണ് വിഷു. കേരളത്തിന്റെ ഹൃദയത്തിൽ നിന്നുയർന്നുവരുന്ന ഈ പൊൻപൂവ് ആഘോഷം ഒരു സാധാരണ പുതുവത്സരാഘോഷമല്ല. അതൊരു കോസ്മിക് ബാലൻസിന്റെ, ദൈവിക ഊർജത്തിന്റെ, മനുഷ്യപ്രകൃതി ആകാശങ്ങളുടെ അന്തരീക്ഷത്തിലെ ഒരു പവിത്രമായ സംഗമമാണ്. വിഷുവിന്റെ മറഞ്ഞിരിക്കുന്ന ചരിത്രവും രഹസ്യമായ സത്യങ്ങളും ഇന്ന് നമ്മൾ ഒരുമിച്ച് കണ്ടെത്താം. വിഷു എന്ന വാക്ക് തന്നെ ഒരു മഹത്തായ രഹസ്യം പേറുന്നു. സംസ്കൃതത്തിൽ നിന്നുത്ഭവിച്ച വിഷുവം എന്ന പദം അർത്ഥമാക്കുന്നത് സമത്വം. സമത്വം, ദിവസവും രാത്രിയും തുല്യമായി നിൽക്കുന്ന ആ മഹത്തായ ദിനം. പ്രാചീനകാലത്ത് വിഷു ആഘോഷിക്കപ്പെട്ടത് സ്പ്രിംഗ് ഈക്വിനോക്സ് ദിനത്തിലാണ്. ഭൂമിയുടെ അക്ഷം തിരിയുമ്പോൾ സൂര്യപ്രകാശവും ഇരുട്ടും തുല്യമായി നിൽക്കുന്ന ആ അത്ഭുതകരമായ നിമിഷത്തിൽ. പക്ഷേ ഇന്ന് നമ്മൾ ആഘോഷിക്കുന്ന വിഷു ഏപ്രിൽ 14-15 അതെന്തുകൊണ്ട്? ഇതാണ് ആദ്യത്തെ മിസ്റ്റിക് ട്രൂത്ത്. പ്രിസഷൻ ഓഫ് ഈക്വിനോക്സസ് എന്ന ജ്യോതിശാസ്ത്രപരമായ പ്രതിഭാസം കാരണം ഭൂമിയുടെ അക്ഷം തിരിയുന്നത് 374 വർഷം കൂടുമ്പോൾ 1 ഡിഗ്രി മാറുന്നു. 1650 വർഷങ്ങൾക്ക് മുൻപ് വിഷു ആഘോഷം തുടങ്ങിയ കാലത്ത് സോളാർ ന്യൂ ഇയറും ആസ്ട്രോളജിക്കൽ ന്യൂ ഇയറും ഒരേ ദിനത്തിലായിരുന്നു. പക്ഷെ കാലം മാറിയപ്പോൾ കലണ്ടർ സ്ഥിരമായി നിന്നു. അതുകൊണ്ട് ഇന്നും നമ്മൾ ആ പുരാതന ഊർജത്തെ മേടം 1-ാം തീയതിയിൽ സൂര്യൻ മേടം രാശിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ആഘോഷിക്കുന്നു. ഇതാണ് വിഷുവിന്റെ ആദ്യത്തെ മറഞ്ഞിരിക്കുന്ന സത്യം. ഇതൊരു മനുഷ്യനിർമ്മിത ആഘോഷമല്ല. ഇത് ആകാശത്തിന്റെ ഭാഷയാണ്, പ്രകൃതിയുടെ ശ്വാസമാണ്. ചരിത്രം പറയുന്നു, 9-ാം നൂറ്റാണ്ടിലെ ചേര രാജവംശത്തിലെ മഹാനായ സ്ഥാണു രവിവർമ്മയുടെ കാലത്ത് വിഷു ആഘോഷം കേരളത്തിൽ ഔദ്യോഗികമായി സ്ഥാപിതമായി. അന്ന് കൊല്ലവർഷ കലണ്ടർ തുടങ്ങിയപ്പോൾ ഈ ദിനത്തെ പുതുവത്സരമായി ഉയർത്തിപ്പിടിച്ചു. പക്ഷേ ഇത് അതിനും മുൻപേ ഉണ്ടായിരുന്നു. കർഷകരുടെ ഹൃദയത്തിൽ നിന്നുയർന്ന ഒരാഘോഷം, വിളവെടുപ്പിന്റെ അവസാനവും പുതിയ വിത്തുകളുടെ തുടക്കവും. ഇപ്പോൾ വരൂ, ഏറ്റവും മനോഹരമായ മിസ്റ്റിക് ഭാഗത്തേക്ക്. വിഷുവിന്റെ പുരാണ കഥകൾ. ഒരു കഥയിൽ പറയുന്നത്, ഈ ദിനത്തിലാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ ദുഷ്ടനായ നരകാസുരനെ വധിച്ചത്. ദുഷ്ടതയുടെ ഇരുട്ടിനെ ജയിച്ച് പ്രകാശത്തിന്റെ വിജയം ആഘോഷിക്കുന്ന ദിനം. മറ്റൊരു കഥയിൽ രാവണന്റെ മരണം ശേഷം സൂര്യദേവൻ പൂർവ്വദിശയിൽ നിന്ന് ഉദിക്കാൻ തുടങ്ങിയ ദിനമാണിത്. രാവണൻ സൂര്യനെ കിഴക്ക് ഉദിക്കാൻ അനുവദിച്ചിരുന്നില്ല. അദ്ദേഹത്തിന്റെ വീഴ്ചയോടെ പ്രകൃതി തന്നെ പുതിയൊരു സന്തുലനത്തിലേക്ക് വന്നു. ചില പുരാണങ്ങൾ വിഷ്ണുവിനെ സമയത്തിന്റെ ദേവനായി കാണുന്നു. വിഷുദിനത്തിൽ സൂര്യൻ മേടം രാശിയിലേക്ക് പ്രവേശിക്കുമ്പോൾ സൃഷ്ടിയുടെ സംരക്ഷകനായ മഹാവിഷ്ണു തന്നെ കാലത്തിന്റെ ചക്രത്തെ നയിക്കുന്നു. അതുകൊണ്ട് വിഷ്ണുവിനെയും അവതാരമായ ശ്രീകൃഷ്ണനെയും ആരാധിക്കുന്നു. ഇപ്പോൾ വരൂ, വിഷുക്കണിയുടെ രഹസ്യത്തിലേക്ക്. വിഷുക്കണി എന്നതൊരു സാധാരണ ക്രമീകരണമല്ല. അതൊരു ദൈവീക മിററാണ്, ഒരു മിസ്റ്റിക് പോർട്ടൽ. രാവിലെ ഉണരുന്നതിന് മുൻപ് കണ്ണുകൾ തുറക്കുമ്പോൾ ആദ്യം കാണേണ്ടത് ശുഭലക്ഷണങ്ങളാണ്. ക്ഷേത്രത്തിലെ ശ്രീകൃഷ്ണ വിഗ്രഹം, കണ്ണാടി, കണിക്കൊന്ന പൂക്കൾ, അരി, നാണയങ്ങൾ, പഴങ്ങൾ, വിളക്ക്, ഇവയെല്ലാം ഒരു ഗൂഢാർത്ഥം പേറുന്നു. കണ്ണാടി സ്വയം ദർശനത്തിന്റെ പ്രതീകം, നിന്നിലെ ദൈവത്തെ കാണുക എന്ന സന്ദേശം. കണിക്കൊന്നയുടെ മഞ്ഞ നിറം സൂര്യപ്രകാശത്തിന്റെ, സമ്പത്തിന്റെ, ഊർജത്തിന്റെ പ്രതീകം. അരിയും പഴങ്ങളും ഭൂമിയുടെ ഫലപ്രാപ്തിയെ ഓർമ്മിപ്പിക്കുന്നു. നാണയങ്ങൾ ഐശ്വര്യത്തിന്റെ ഒഴുകുന്ന ഊർജം. ഈ കണി കാണുന്നത് മാത്രമല്ല, അതൊരു മാനസിക ആത്മീയ പ്രോഗ്രാമിംഗ് ആണ്. നിങ്ങളുടെ അടുത്ത ഒരു വർഷം ഈ ശുഭലക്ഷണങ്ങളാൽ നിറയട്ടെ എന്ന ദൈവീക ക്ഷണം. വിഷുപ്പടക്കങ്ങളോ? അത് വെറും ശബ്ദമല്ല, ഇരുട്ടിനെ ഓടിക്കുന്ന പ്രകാശത്തിന്റെ യുദ്ധം. പഴയകാലത്ത് ദുഷ്ടശക്തികളെ അകറ്റാൻ ഉപയോഗിച്ചിരുന്ന ഒരു പുരാതന ടെക്നിക്. കൈനീട്ടമോ? അത് ഐശ്വര്യത്തിന്റെ പങ്കുവയ്ക്കൽ, ലോകത്ത് നന്മ പ്രചരിപ്പിക്കുക എന്ന മഹത്തായ സന്ദേശം. പ്രിയരെ, വിഷു നമ്മോട് പറയുന്ന മറഞ്ഞിരിക്കുന്ന സത്യം ഇതാണ്. ജീവിതം ഒരു ബാലൻസ് ആണ്. ദിവസവും രാത്രിയും തുല്യമാകുമ്പോൾ മനുഷ്യന്റെ ഹൃദയവും ബുദ്ധിയും, സന്തോഷവും ദുഃഖവും, നേട്ടവും നഷ്ടവും തുല്യമായി സ്വീകരിക്കണം. പ്രകൃതിയോട് ചേർന്ന് ജീവിക്കുക, പുതിയ വിത്തുകൾ നടുക, പഴയ ദുഃഖങ്ങൾ ഉപേക്ഷിക്കുക. ഈ വിഷു
2026 ഏപ്രിൽ 15 നമുക്കൊരു തീരുമാനമെടുക്കാം. വെറുതെ ആഘോഷിക്കാതെ ആഘോഷത്തിന്റെ ഹൃദയത്തിലേക്ക് ഇറങ്ങുക. വീട്ടിലൊരു മനോഹരമായ വിഷുക്കണി ഒരുക്കുക. ഭഗവാനോട് പ്രാർത്ഥിക്കുക. സ്വന്തം ജീവിതത്തിലെ സമത്വം തിരിച്ചറിയുക. പ്രിയ സുഹൃത്തുക്കളെ, വിഷു നമ്മെ ഓർമ്മിപ്പിക്കുന്നതൊരു കാര്യം മാത്രം: നമ്മൾ പ്രകൃതിയുടെ ഭാഗമാണ്, ആകാശത്തിന്റെ ഭാഗമാണ്, ദൈവത്തിന്റെ ഭാഗമാണ്. ഈ വിഷുവിന് നിങ്ങളുടെ ജീവിതം മഞ്ഞ നിറമുള്ള കണിക്കൊന്ന പൂക്കളാൽ നിറയട്ടെ. സമ്പത്തും സന്തോഷവും ആരോഗ്യവും ഐശ്വര്യവും നിങ്ങളെ തേടി വരട്ടെ. ഹൃദയപൂർവ്വം ഒരു പ്രാർത്ഥന: ഓം നമോ നാരായണായ. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രചോദനമായി തോന്നിയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ മറ്റൊരു മഹത്തായ രഹസ്യത്തോടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടാം. വിഷു ആശംസകൾ. സമത്വത്തിന്റെ, പ്രകാശത്തിന്റെ, പുതിയ തുടക്കത്തിന്റെ ഈ മഹാദിനം നിങ്ങൾക്ക് മംഗളകരമാകട്ടെ. നമസ്കാരം. ജയ് ശ്രീകൃഷ്ണ, ജയ് വിഷ്ണു.